ഹലോ. പണ്ട് മുതലേ പല വീടുകളിലും കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു. എന്നാൽ പലർക്കും അത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിയില്ല. എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്ന് മറ്റൊരു കൂട്ടർ പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെ പിന്നെ കുഴപ്പമായാലോ എന്ന് സംശയം. കാക്കയ്ക്ക് പിതൃക്കളുമായി ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. കാക്ക ശനിഗ്രഹത്തിൻ്റെ അഥവാ ശനീശ്വരൻ്റെ വാഹനമാണ്. അതിനാൽ തന്നെ ശനിദോഷ പരിഹാരം കൂടിയാണ് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത്. ഏഴരശനി, കണ്ടകശനി, ശനിദോഷം കാലങ്ങളിലൂടെ കടന്നു പോകുന്നവരും പിന്നെ നക്ഷത്രപ്രകാരം പക്ഷി കാക്കയുമായി വരുന്ന ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നിവരും മറ്റു കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് നല്ലതാണ്. പിതൃക്കൾക്ക് ബലിയിടുമ്പോൾ കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതാണ് ഉത്തമം. കാക്കകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അവ ഇല്ലാത്ത നാടുകളിലും മീനുകൾക്ക് ചോറ് കൊടുക്കാം. പല ക്ഷേത്രങ്ങളിലും മത്സ്യത്തിന് മലര്, പൊരി എന്നിവ കൊടുക്കുന്ന വഴിപാടുകളും ഉണ്ട്. തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലും പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഇപ്പോഴും ഇത് തുടരുന്നു. മത്സ്യം മഹാവിഷ്ണുവിൻ്റെ ആദ്യാവതാരമാണ് എന്നാണ് സങ്കല്പം. തിരുവോണനാളിൽ പശുവിനെ കുളിപ്പിച്ച് കുറിയിട്ട് ഇലയിൽ സദ്യ നൽകുന്ന സമ്പ്രദായവും കർഷകരുടെ ഇടയിൽ നിലനിന്നിരുന്നു. സഹജീവികളോടുള്ള മനുഷ്യൻ്റെ സ്നേഹം, കരുതൽ എന്നിവ കൂടിയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. സാക്ഷാൽ ശ്രീരാമൻ വനവാസകാലത്ത് സീതയുടെ മടിയിൽ വെച്ച് കിടന്നുറങ്ങിയ ഒരു പകൽ സമയത്ത് ഒരു കാക്ക വന്ന് സീതയെ കൊത്തി പരിക്കേൽപ്പിച്ചു. ഉറക്കമുണർന്ന രാമൻ ഒരു പുല്ലെടുത്ത് മന്ത്രം ജപിച്ച് കാക്കയ്ക്ക് നേരെ എറിഞ്ഞു. അസ്ത്രം കണക്കെ അത് കാക്കയുടെ കണ്ണിൽ പതിച്ചു എന്നും അന്നു മുതലാണ് കാക്കകൾ ഒരു വശം ചെരിഞ്ഞ് നോക്കാൻ തുടങ്ങിയതും എന്നാണ് ഐതിഹ്യം. കാക്ക ശനിഗ്രഹത്തെയും പശു ബുധനുമായും മത്സ്യം കേതുവുമായും ബന്ധമുണ്ട് എന്നാണ് വിശ്വാസം. ബലിയിടുമ്പോൾ ആദ്യം ബലിക്കാക്ക വേണം വന്ന് ചോറ് എടുക്കാൻ. കുറച്ച് വലിപ്പം കൂടുതലായി ശരീരം മുഴുവൻ ഒരുപോലെ കറുപ്പു നിറമുള്ളതുമാണ് ബലിക്കാക്ക. കാക്ക പെട്ടെന്ന് വന്ന് ചോറ് എടുക്കുക, ചോറ് കൊത്തി വലത്തേക്ക് പറന്നു പോകുക തുടങ്ങിയവ നല്ല നിമിത്തമായാണ് കണക്കാക്കുന്നത്. കാക്ക ചോറെടുക്കാതിരിക്കുന്നത് പിതൃക്കളുടെ അതൃപ്തിയെ ആണ് സൂചിപ്പിക്കുന്നത്. കാക്കയ്ക്ക് വയ്ക്കുന്ന ചോറ് കോഴിയും നായയും എടുക്കാതെ സൂക്ഷിക്കുകയും വേണം. നിത്യവും ചോറ് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാക്കകൾ കൂട്ടമായാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ഭക്ഷണം കണ്ടുകഴിഞ്ഞാൽ മറ്റുള്ളവയെ കൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് അവ ഭക്ഷിക്കുക. അവയുടെ ഐക്യം മാതൃകയാക്കാവുന്നതാണ്. കാക്ക വിരുന്ന് വിളിച്ചാൽ പ്രത്യേക തരത്തിൽ ശബ്ദമുണ്ടാക്കിയാൽ വിരുന്നുകാർ എത്തും എന്നും ഒരു വിശ്വാസമുണ്ട്.